ഹലോ, സത്യശീല മാമനല്ലേ? ആര്? ഞാൻ കാനഡ ജിതിനായിരുന്നേ. തൊണ്ടുവിളാൻ വീട്ടിലെ ജിതിനാണോ? എന്തോക്കളെ പറ. മാമ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നീങ്ങിക്കൂ. മാറി പറയടാ മക്കളെ. മാമ ഞാൻ വിളിച്ചതേ, മാമന്റെ ചെറിയൊരു സഹായം എനിക്ക് വേണ്ടി വരും. ഒരാൾക്കൊരു കൊട്ടേഷൻ കൊടുക്കേണ്ടി വരും. കൊട്ടേഷൻ ആർക്കടാ? അത് ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാവൂല അമ്മ, അത് കുറച്ച് കോൺഫിഡൻഷ്യലാണ്. നിങ്ങൾ ആരെങ്കിലും ടീമിന്റെ നമ്പർ ഉണ്ടെങ്കിൽ എടുത്താ. മക്കളൊരു കാര്യം ചെയ്യ്, 10,000 രൂപയാണെങ്കിൽ നമ്മള് പണി കഴിഞ്ഞാൽ യവന്മാരാ കോടതി കാര്യവും നോക്കണം, ജാമ്യത്തിൽ ഇറക്കി കൊടുക്കുകയും വേണം. ഓക്കെ ഓക്കെ. 50,000 രൂപയാണെങ്കിൽ നമ്മൾ വക്കീലിന് മാത്രം അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. 1,00,000 ആണെങ്കിൽ നമ്മള് ഒന്നും അറിയണ്ട, യവന്മാര് വന്ന് ചെയ്തിട്ട് പരിപാടി കഴിഞ്ഞ് പോകും. 10,000 മതിയാവോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, മക്കളിത് കോൺഫിഡൻസ് ആയിട്ട് വെച്ചേക്കണം. മാവനാ നമ്പർ തന്നൊന്നും പറയല്ലേ. ശരി എന്നാ ശരി. ഓ ശരി മക്കളെ. കാനഡ ജിതിന്റെ കൊട്ടേഷന്റെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ ഉടനെ കമ്മീഷന്റെ കാര്യം മറക്കല്ലേ. ഇപ്പൊ തരാം. പെട്ടെന്നായിട്ട് എന്നെ വിളിച്ച് പറയണം കേട്ടോ. പിന്നെ ഒരു മിനിറ്റ് ഒന്നും ചൂളം തന്നെ ചൂടായി കൊണ്ടുവരാൻ മറന്നു. ആ കൊട്ടേഷൻ കൊണ്ടുപോകാനാണോ? പിന്നെ ബ്ലഡ് നോക്കിക്കൊണ്ട് വരല്ലേ, കൈ കൊണ്ട്. ഓക്കെ. ജിതി വിളിച്ചായിരുന്നു, ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ അടിക്കില്ലേ, കാര്യം കമ്പിട്ടൊക്കെ മാറ്റിയടി കഴിഞ്ഞ ഒന്ന് വാഷ് ചെയ്തേക്കണേ. ഓ അതിനെന്ത് ഇവിടെ വെള്ളമുണ്ട്. ഹലോ. മാമ കിട്ടിയായിരുന്നല്ലോ അല്ലേ? ആ കിട്ടിയായിരുന്നു. എന്തിനാണെന്ന് മനസ്സിലാക്കാണല്ലോ. ഓ മനസ്സിലായി മക്കളെ. ഇതും കൂടെ കൂട്ടി എനിക്ക് വന്ന 4 കല്യാണം അല്ലേ മുടങ്ങിയത്? ഓ അതായിരുന്ന. അവന്മാര് വലിയ ദൂരം പോയില്ലെങ്കിലേ തിരിച്ചൊന്ന് 2 ഇടിയും കൂടെ തരാൻ പറ. 10 മിനിറ്റ് മുമ്പേ ഒരെണ്ണം കൂടെ മുടക്കിയായിരുന്നു. പിന്നെ മാമന് കേസ് ഉണ്ടെങ്കിൽ ഒരു 10,000 രൂപ മാർക്ക് കൊടുത്തേക്കണം കേട്ടാ. കോടതിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. എന്തൊരു കേസ്? നാളെ കാണേണ്ടവര് ഇപ്പോൾ അങ്ങോട്ട്. ഞാൻ വിചാരിച്ച അവന്റെ പെങ്ങളെ സിനിമയ്ക്ക് വിളിച്ചാണെന്ന്. നീ വണ്ടിന്ന് സൈഡാക്ക, വരുന്ന ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം. ഏടാ ഈ KSRTC വർക്ക് ചെയ്യുന്ന ബാബുവിന്റെ മോളെ വീട്? അത് പെണ്ണ് ബാബുന്റെ മോള് വിർജിൻ വിജിതേ. പോയ 7 പേരും പറഞ്ഞത് വിർജിൻ എന്നാ. അപ്പൊ വിർജിൻ ആയിരിക്കും. അപ്പോഴേ പറഞ്ഞ് ബാംഗ്ലൂർ പഠിക്കുന്ന പിള്ളേരൊന്നും വേണ്ടാന്ന്. ആ കുഴപ്പമില്ല, നല്ല ഒച്ച. ആലോചിച്ച് തീരുമാനം പോലെ.